നിങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വെണ്ടക്ക നട്ടിട്ട് ഇന്ന് 43ാമത്തെ ദിവസമാണ് കേട്ടോ. 43ാമത്തെ ദിവസമായപ്പോൾ തന്നെ നമുക്കിത് ഇന്ന് കായ് പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മൂപ്പായിട്ടുണ്ട്. ഇന്നലെ പറിക്കണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു കൊമ്പ് പൊട്ടി കിട്ടാത്തതുകൊണ്ട് ഇന്ന് 2 എണ്ണമാണ് പറിക്കാനായത് കേട്ടോ. അപ്പോൾ ഇതിന്മേൽ 2 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒന്നുമല്ല, കൂടുതലുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വെണ്ടക്കമെന്നും പറിക്കുകയാണ്. അപ്പോൾ ഇതാകെ 43 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അത് നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു വെണ്ടക്കയിനാണ്. നമ്മളിത് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാരണം ഇതിൻ്റെ ഈ മരത്തിന് തട്ടാതെ പറിക്കണം. അതുപോലെ തന്നെ മൂപ്പ് എത്തിയ വെണ്ടക്കകളൊക്കെ അന്നാന്ന് പറിച്ച് ആവശ്യമില്ലെങ്കിലും മരത്തുമെന്ന് ഒഴിവാക്കണം. മരത്തുമെന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇങ്ങനെ മരം വളർച്ചയ്ക്ക് വലിയൊരു ഇതാവും. എല്ലാ മരത്തുമ്മലൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മറ്റേമേലൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പറിക്കാനാകുക. എന്നാലും നമുക്ക് ഒരു കറിക്കുള്ള വെണ്ടക്ക ഇല്ലെങ്കിലും ഉണ്ട് കേട്ടോ. എല്ലാം കൂടി പറിച്ചാൽ ഒരു ചെറിയൊരു കുടുംബത്തിലുള്ള വെണ്ടക്ക എല്ലാ ഇതിലും ഉണ്ട്. അപ്പോൾ ഇത് കുഴിച്ചിട്ടന്ന് മുതൽ ഞാൻ ഇതിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊന്ന് ചാനലിലൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതിൽ പറിക്കാനുള്ളത്. ഇനി നാളെ പറിക്കാനും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണാതെ നിന്നതാണ് കേട്ടോ. ഇത് അതിൻ്റെ മേലുള്ള കായ നമ്മൾ പറിച്ചെടുത്തത്. അപ്പോൾ അതാണ് നമ്മളെ വെണ്ടക്കൻ്റെ ഇത് കേട്ടോ. പുതിയ അപ്ഡേഷനാണിത് വന്നിട്ടുള്ളത്. നമ്മൾ കായ പറിച്ച് പറിക്കണ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ വിത്തുകളാണ് ഞാൻ ഫ്രീ ആയിട്ട് ഒരുപാട് ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. പച്ചക്കറി വിത്ത് ഫ്രീ ആയിട്ട് വേണ്ടവർ കവർ അയച്ചെന്നാൽ ഞാൻ അയച്ചിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്ക് ഞാൻ ഇത് വിത്ത് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നോ നാളെ ആയിട്ട് കവർ അയച്ചവർക്കൊക്കെ കിട്ടും. അതിൽ ഈ വെണ്ടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അത്യുൽപാദന ശേഷിയുള്ള വെണ്ടയ്ക്കാണ്. നല്ല ഇത് ഒരു 2-3 4 ആളൊക്കെ ഉള്ളൊരു വീട്ടിലേക്ക് ഒരു 4 മുരടുണ്ടെങ്കിൽ 4 തൈകളുണ്ടെങ്കിൽ നമുക്ക് ഒരാവശ്യത്തിനുള്ള വെണ്ടക്ക കിട്ടുമല്ലോ. നല്ല കായ ഉണ്ടാകുന്ന വെണ്ടയ്ക്കാണ്. ഇതിന് ചെറിയ കമ്പുകളുണ്ടാവും, എമ്മലും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിമൊന്ന് ഇപ്പോൾ കണ്ടില്ലേ, 2 കമ്പുണ്ട്. ഇപ്പോൾ അത് 3 ചീരായി അടിയിൽ വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെണ്ടക്കമെന്ന് തന്നെ നമുക്കൊരു ദിവസം ഒരു 4 വെണ്ടക്ക കിട്ടുന്ന ഇതിലുണ്ട്. ശരിക്കൊരു 10-12 വെണ്ടക്ക ഉണ്ടെങ്കിൽ ഒരു വീട്ടിലുള്ള വെണ്ടക്ക ആവും കേട്ടോ. കറിക്കുള്ള ഇതാവും. അപ്പോൾ എല്ലാ അതിമേലും നമ്മൾ ശിഖരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എല്ലാ വെണ്ടക്കകളും അതിമേലൊക്കെ കായായിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ടക്ക ഉണ്ടാവും. ഇത് നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു വെണ്ടക്കയാണിത്. പിന്നെ ഞാൻ ഈ റോസ് പറഞ്ഞില്ലേ, റോസ് നമ്മൾ ഒന്നായിട്ട് വെച്ച് ഇതിലൊക്കെ വളം ചെയ്തിട്ടുള്ള റോസാണിത്. ഇത് നല്ല ഒരു പൂവാണ് ഇതിമ കേട്ടോ. നല്ല റോസ് കളറ്. ഇതിമ നല്ല 2 മൊട്ടുകളുണ്ട്, നിറയെ മൊട്ടുകളും ഒക്കെ വരുന്ന ഒരു ഇനം റോസാണിത്. നല്ല വാസനയൊക്കെ ഉള്ള പഴയകാല റോസ് ഉണ്ടല്ലോ, പനീർ പറയണേ, ആ ഒരു റോസാണിത്. നല്ല വാസന ഉണ്ട് ഇതിൻ്റെ കേട്ടോ. നല്ല തണ്ടുകളൊക്കെ നല്ല വണ്ണത്തിൽ വരുന്ന റോസാണ് ഇത്. ഒരു ഇളം റോസാണ് കേട്ടോ. അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ തീരുമ്പോൾ നമ്മൾ അതിൻ്റെ ആ പൂ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വേറെ ഉള്ളതുണ്ടാവുള്ളൂ. ഇത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച അതിൻ്റെ അതുപോലുള്ള ഒരു റോസ് തന്നെയാണ് കേട്ടോ. ഈ റോസ് നല്ല പെട്ടെന്ന് പൂവിടണ ഒരു റോസാണിത്. അപ്പോൾ അതൊരു ചെറിയൊരു ട്രയലാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തൈ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അതിലപ്പോൾ കുറേ തൈകൾ നമ്മൾ മാറ്റി നട്ടു. ഇത് മാറ്റി നടാത്ത കമ്പുകളാണ് ഇപ്പോൾ ഇതിൽ പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നൊരു മഴ പെയ്തിട്ടുണ്ട് രാവിലെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളെ ചെടികൾ അകത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച ചെടികൾ മാത്രമാണ് ഇന്ന് നനച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ചെടികളൊന്നും നനച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല മഴ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു പണി നമുക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഫുള്ള് പിന്നെ എല്ലാ ചെടികളും നമുക്ക് നനക്കാതെ കഴിഞ്ഞിട്ടുണ്ട്. ബിഗോണിയൊക്കെ നമ്മളിവിടെ ഈ സൈഡിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബിഗോണിയതിന് പിന്നെ വെയിലും അല്ലാതെ ഒരു ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തണലത്തേക്ക് വെച്ചപ്പോൾ ഒരു നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. മഴ പെയ്തപ്പോൾ നമ്മളെ പിന്നെ ചെടികളൊക്കെ നല്ല ഉഷാറായി എന്ന് പറഞ്ഞില്ലേ. കണ്ടില്ല ഇവിടെയൊക്കെ ആ മഴ നമ്മൾ എത്ര നനച്ചിട്ടും കാര്യമില്ല, നമുക്ക് ശരിക്കൊരു മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഇലകളൊക്കെ നല്ലൊരു ഇതായിട്ട് ഇങ്ങനെ കിട്ടും. നമ്മൾ എത്ര നനച്ചിട്ടും കാര്യമില്ല. കണ്ടില്ല, ഇത് നമ്മളൊരു പുതിയ ചെടി കൊടുന്ന് വെച്ചിട്ട് അതിന്മേൽ പൂവാവണം കേട്ടോ. പക്ഷേ ആദ്യം എന്തിന്മേ ഉണ്ടായി, നമ്മൾ വാങ്ങിയപ്പോൾ ഇതിൻ്റെ പൂവ് വലിയ വലിപ്പമുള്ള പൂക്കളായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് ചെറുതായിട്ടുണ്ട്. ആദ്യത്തെ ആ ഭംഗി ഇപ്പോൾ അതിന് കിട്ടണില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ചെടികൾക്ക് മഴ കൊണ്ടിട്ടും ഇങ്ങനെ ഇന്നലെ നനക്കാത്ത ആ ഒരു വിഷയം കൊണ്ട് ചിലതിന് തളർച്ച ഉണ്ട് കേട്ടോ. ഇത് പിന്നെ അതുപോലെ അവിടെയുള്ള നമ്മൾ നേരത്തെ റോസ് കാണിച്ചില്ലേ, അങ്ങനത്തെ റോസാണിത്. ഇതൊക്കെ പൂവ് കഴിഞ്ഞ റോസുകളും ഉണ്ട് കേട്ടോ. ഈ തീരുന്നത് അപ്പം തന്നെ നമ്മൾ നുള്ളി കളഞ്ഞിട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു പിന്നെ ഇതായിട്ട് വീണ്ടും വീണ്ടും പൂക്കളുണ്ടാവും. ഇതൊരു വേറെ ഒരു റോസാണ് കേട്ടോ. നല്ല പടർന്ന് പന്തലിച്ചുണ്ടാകുന്ന റോസാണ്. ഇത്ര തന്നെ വലുപ്പം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു കൊലയിൽ തന്നെ 10-20 റോസ് ഉണ്ടാവും. 10-20 പൂക്കളുണ്ടാകുന്ന ഒരു റോസാണ്. അതിൻ്റെ വേറെ ഒരു പിന്നെ അത് ആ കളർ തന്നെ പടർന്നു പോകണ വേറെ ഒരു തൈയാണ് കേട്ടോ. പിന്നെ ഇതിന്മേലെന്നും വേറെ പൂവുണ്ടാവണുണ്ട്. നമുക്ക് വേറെ ഒരു പുതിയൊരു ചെടിമേൽ പൂവുണ്ട്. ഇതിൻ്റെ മുള്ള് ഭയങ്കര പിന്നെ ഷാർപ്പ് മുള്ളാണ് കേട്ടോ. കുത്തിയാൽ ഭയങ്കര കടച്ചിലുമാണ്. പക്ഷേ നല്ല പൂക്കൾ, ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. ഇതിന്മേൽ മൊട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്മേലൊക്കെ പൂവിൻ്റെ മൊട്ട് വന്നിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇനി വിരിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കാണിക്കുന്നതാണ്. പിന്നെ അത് കണ്ടില്ല, ഇത് റോസ് ആണ് കേട്ടോ. ചെറിയ പൂക്കളാണ്. ഒരു കൊലയിൽ തന്നെ 10-30 പൂക്കളുണ്ടാവും. ഇങ്ങനെ നല്ല പിന്നെ ഭംഗിയോടുകൂടി ഉണ്ടാകുന്ന ഒരു പൂക്കളാണ്. ഇതിന് പുഴുക്കേട് ഇങ്ങനെ ഇടയ്ക്ക് വരും. നമ്മൾ ഇങ്ങനെ കീടനാശിനി എപ്പോഴും നമ്മൾ തളിച്ച് കൊടുക്കും വേണം. പിന്നെ ഇവിടെയൊക്കെ ബോഗൺവില്ലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇത് നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ ഈ പൂക്കൾ കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിഭാഗം ഒന്നായിട്ട് പോകുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ആ പൂക്കൾ കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഇത് നുള്ളി കൊടുക്കുക. ഈ ഒരു ചെടിമേ തന്നെ നമുക്ക് വേറെ ഒരു കളറ് ചെടി ഇട്ടിരുന്നു കേട്ടോ. ഇത് എവിടെയും കാണാത്തൊരു ഇനം ചെടിയാണ്, പിന്നെ കളറാണിത്. ആ ഒരു കൊമ്പ് നമുക്ക് മുറിച്ചിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ഇനം തൈ ഉണ്ടാക്കിയെടുക്കാം. ഇതിലൊക്കെ പൂവിൻ്റെ കാലാവധി തീർന്നു കേട്ടോ. ഈ ഒരു പിന്നെ ബോഗൺവില്ല അത് എന്തോ പറ്റിയെന്നാവും, ഇത് ഉണങ്ങിപ്പോയി. ഒരു 10 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ചെടിയായിരുന്നു. വല്ലാത്തൊരു സങ്കടം അത് പോയപ്പോൾ. നമ്മൾ എത്ര ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചെടികൾ പെട്ടെന്നാണ് ഉണങ്ങി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ. ഇന്ന് ഇവിടെ ചീര നട്ടിട്ടുണ്ട് കേട്ടോ. ചീര പാവിയിട്ടുണ്ട്. ഇത് മുളച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഇത് നട്ടിട്ടുള്ളത്. ഇത് ഒരു പുതിയൊരു ഇനം ചീരയാണ് കേട്ടോ. പ്ലാത്താങ്കര ചീര എന്ന് പറയും. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒരു വാർഡിൻ്റെ പേരാണ് പ്ലാത്താങ്കര എന്ന്. അപ്പോൾ അവിടെ ഒരു കൃഷിക്കാരന് മൂപ്പര് പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഒരു ചീര ഒരു പ്രത്യേക വളർച്ചയും കളറുള്ളത് കണ്ടപ്പോൾ, കടും ചുവപ്പ് കളറുള്ളത് കണ്ടപ്പോൾ അത് വിത്തിന് നിർത്തിയിട്ട് അതിൽ നിന്ന് വികസിപ്പിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു ചീരയാണെന്ന് കണ്ടപ്പോൾ അത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അവർ അത് വൻതോതിൽ വിത്തുണ്ടാക്കി സപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ഓൺലൈനിൽ നമുക്ക് പ്ലാത്താങ്കര ചീര എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചീര കാണാം. ആ ചീരൻ്റെ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കളറും നല്ല ഇല വലിപ്പമുള്ള നല്ല വണ്ണമുള്ള തൈകളോട് കൂടി ഒരുപാട് കാലം പൂവ് ഇടാതെ നിൽക്കുന്ന ഒരു ചീരയാണ്. അതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാ ചീര അതിൻ്റെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ പിന്നെ വേണ്ടില്ലേ ഈ പിന്നെ തെച്ചിമ്മ നിറയെ പൂക്കളാണ് കേട്ടോ. അതെന്നും പൂക്കളാണ്. നമ്മൾ കാണിക്കുമ്പോഴൊക്കെ നമ്മൾ പിന്നെ കാണിക്കലുണ്ട്. പിന്നെ പത്തണിമുല്ല ഇവിടെ പിന്നെ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുളക് കണ്ടില്ലേ, മുളക് നല്ല മുളക് ഉണ്ടാവണുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്ക്
ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ട്രിപ്പാണ് ചെയ്യുമ്പോൾ മുളക് ഉണ്ടാകുന്നത്. നമുക്ക് നല്ലൊരു അത്യുൽപാദന ശേഷിയുള്ളൊരു മുളകിനാണ് നിറയെ മുളകുണ്ട് ഇന്ന്. കഴിഞ്ഞ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പൂവിട്ടത് കേട്ടോ. ഒരു കേട് വന്നിട്ട് പിന്നെ ഉണ്ടായത്. നമ്മളെ പിന്നെ ബോഗൺവില്ലൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഇന്നലെ നനക്കാത്തൊരു പ്രശ്നം. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു മഴ കിട്ടിയിട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്ക് നനക്കാതെ കഴിഞ്ഞ് രാവിലെ. എന്നാലും ഞാൻ ഈ വാടിയ ചെടിക്കൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ. ഈ ഒരു പുല്ലുണ്ടല്ലോ, ഇത് ഭയങ്കര വളമ വലിക്കണത് നമ്മളെ ചെടി തന്നെ നാശാക്കണ ഒരു പുല്ലാണ്. കണ്ടാൽ പറിച്ച് നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഇതിൽ കണ്ടില്ലേ ഒരു ചീര വിധത്തിലുള്ള ഒരു ഇതുണ്ടായിട്ട്, ഇത് ചീരല്ല കേട്ടോ. ഇത് കഴിക്കാൻ പറ്റുമോന്നും പറ്റില്ല എന്നുള്ള രണ്ട് അഭിപ്രായമാണ്. അപ്പോൾ നമ്മളത് പിന്നെ വളരാൻ അയക്കണില്ല. നമുക്ക് കഴിക്കും വേണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിൽ വെച്ചിട്ടാണ് ഒഴിവാക്കുന്നത്. നല്ല കരുത്തിൽ വളർന്ന ഒരു റോസിൻ്റെ അടിയിലാണ്. റോസും ഇതൊക്കെ നമ്മൾ വളം ഇട്ടപ്പോൾ അതിൻ്റെ ആ വളം വലിച്ചെടുത്തിട്ട് അത് അതിൻ്റെ വളർച്ചയും കൂടി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഞാനിനി പിന്നെ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണം അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അത് കണ്ടില്ലേ, ഇത് നമ്മൾ വളം ഇട്ടിട്ട് പിന്നെ ഈ ലില്ലി പോപ്പി പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിപ്പോൾ പിന്നെ നല്ല പൂക്കളിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയിലൊക്കെ ഉള്ളു കേട്ടോ പൂക്കൾ, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, നമുക്ക് കാണാനായിട്ടാണ്. മഞ്ഞ കളറായിട്ട് ഇങ്ങനെ സൂം ചെയ്താൽ ഇങ്ങനെ കാണും. ഇതിൻ്റെ ഇടയിലൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടിയിലുള്ള ബെല്ലൈക്കണം അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട്. ആവർത്തന വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ.